ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഉണ്ടല്ലോ, അതായത് നീറ്റ് ആസ്പിരന്റ് ഈ സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്സ് ആവും വരുത്താൻ പറ്റുക എന്നുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞത് മോക്ക് ടെസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നത് എനിക്ക് മോക്ക് ടെസ്റ്റ് 300 റേഞ്ച് വരുന്നത്, 400 റേഞ്ച് വരുന്നത്, 500 റേഞ്ച് വരുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് മാർക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുന്നില്ല. അതായത് ഒരു 600, 650, 700 ആ റേഞ്ചിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുന്നില്ല. അപ്പം ഞാനും ഒരു സമയത്ത് ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ മാർക്ക് റേഞ്ചിലൊക്കെ സ്റ്റക്ക് ആയതാണ്. അപ്പം ഞാൻ എന്തൊക്കെ ഞാൻ മൈൻഡിൽ വെച്ചതുകൊണ്ടാണ് ഈ ഒരു മാർക്ക് റേഞ്ചിൽ നിന്ന് എനിക്ക് 650 എന്നുള്ള മോക്ക് ടെസ്റ്റിൽ 650 എന്നുള്ളൊക്കെ ഒരു മാർക്ക് റേഞ്ചിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി ഒന്ന് അങ്ങനെ ലാഗൊന്നും അടുപ്പിക്കാതെ ഞാൻ ഫോളോ ചെയ്ത എല്ലാ മെത്തേഡ്സും സ്ട്രാറ്റജികളും ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എടാ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു MCQ ബേസ്ഡ് എക്സാം നിങ്ങൾ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള 4 സ്റ്റെപ്സ് ആണുള്ളത്. അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു നമ്മുടെ നീറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്. അതാണ് അത് തറ എന്നൊക്കെ പറയില്ലേ. അത് ആ ബേസ് അടിപൊളിയായില്ലെങ്കിൽ പിന്നെ മേലെ എത്ര അടിപൊളിയായിട്ടും കാര്യമില്ല. ആ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ കോൺസെപ്റ്റ് ഓർ തിയറി പക്കാക്കുക. അങ്ങനെ എന്താക്കി അത് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റെപ്പാണ് ആ നമ്മൾ പഠിച്ച കോൺസെപ്റ്റിനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണ പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മോക്ക് ടെസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പോൾ കൺസെപ്റ്റ് റെഡിയാക്കി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. അടുത്തത് പറഞ്ഞാലാണ് മോക്ക് ടെസ്റ്റ് അതിൻ്റെ പേപ്പർ എഴുതുക. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പാർട്ട് വൈസ് ടെസ്റ്റ് ചെയ്താൽ, ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ, അങ്ങനത്തെ മോക്ക് ടെസ്റ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം കൺസെപ്റ്റ് പഠിച്ചു, ക്വസ്റ്റ്യൻസ് മൊഡ്യൂളിൽ നിന്ന് ചെയ്തു, പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത്, പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ സ്ട്രെസ് ഇല്ലാതിരിക്കുക. നിങ്ങൾ എത്ര ടെൻഷൻ ഫ്രീ ആവണം, ഈ 4 സാധനം കൂടിയാണ് കമ്പൈൻ ചെയ്താൽ, പ്രോപ്പറായിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് കൂളായിട്ട് നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമോ ക്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള 4 ഫണ്ടമെൻ്റൽ ബേസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പില്ലേഴ്സ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ കുറേ കാലം പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ +1 +2 2 കൊല്ലം പഠിച്ചിട്ടുണ്ടാവും. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ 1 കൊല്ലം, റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ 1 കൊല്ലം. നിങ്ങൾ ഈ 4 സ്റ്റെപ്സ് നോക്കുക. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പ്രശ്നം വരുത്തിയിട്ടുണ്ടോ? അതായത് ഫസ്റ്റ് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന സമയത്തോ നോട്ട്സ് ഉണ്ടാക്കുന്ന ടൈമിൽ എന്തെങ്കിലും ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യുക. നീറ്റ് എക്സാമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീവ് എക്സാമിനോ നടക്കില്ല. ബോർഡ് എക്സാം പോലെയല്ല, ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഫുൾ 100% പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നിടത്ത് കുറച്ച് ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് വെറും 50 ക്വസ്റ്റ്യൻസ് ചെയ്യുക, 30 ക്വസ്റ്റ്യൻസ് അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അധികം എഴുതിയിട്ടില്ലേ, കുറേ മോക്ക് ടെസ്റ്റ് സ്കിപ്പ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്ട്രെസ് അടിച്ചിട്ട് നിങ്ങൾക്ക് അറിയണത് നിങ്ങൾ തെറ്റിക്കുന്നുണ്ടോ. ഈ ഒരു 4 പോയിന്റ്സ് ഒന്ന് കറക്റ്റായിട്ടും ചിന്തിച്ച് നോക്കുക. ഇതിൽ ഏതെങ്കിലും പില്ലർ നിങ്ങൾ ഇപ്പോൾ 4 പില്ലർ ഇങ്ങനെ കറക്റ്റാണ്, ഇതിൽ ഏതെങ്കിലും ഒരു പില്ലർ തെറ്റിയോ അപ്പോൾ തന്നെ ആ ബിൽഡിംഗ് ഒന്നായിട്ട് പൊളിഞ്ഞു. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് ഇതൊന്ന് ഫസ്റ്റ് അനലൈസ് ചെയ്യുക. എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പാർട്ടിലാണ് നിങ്ങൾ പ്രശ്നം വരുത്തുന്നത്, ഈ 4 പില്ലേഴ്സിൽ ഏതെങ്കിലും സ്പെസിഫിക് പാർട്ടിലാണ് നിങ്ങൾ പ്രശ്നം വരുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടാണ് നിങ്ങളെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കൂടുതൽ എഫേർട്ട് ഇടുക. അതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ പ്രോപ്പർ നമ്മളെ കോർ ടോപ്പിക്കൊക്കെ വരാം. അതായത് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിൽ മാർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയട്ടെടാ. പലരും പറയുന്നത് നിങ്ങൾക്ക് പാർട്ട് ടെസ്റ്റിൽ എത്ര വന്നിരുന്നു, ഫുൾ മോക്ക് ആയപ്പോൾ കുറച്ച് ഡ്രോപ്പായി. എടാ അത് സാധാ സംഭവിക്കും. അതായത് പാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഓരോ സബ്ജക്ട്സിൽ നിന്ന് 2-3 ചാപ്റ്റർ ഒക്കെ വെച്ചിട്ടാവും. ഇപ്പോൾ ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അപ്പോൾ ഒരു 3 വെച്ചാണെങ്കിൽ 12 ചാപ്റ്റർ ഒക്കെ ഉള്ളൂ. ബട്ട് ഇപ്പോഴത്തെ നീറ്റിന് 81 ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഫുൾ സിലബസ് എന്ന് പറഞ്ഞാൽ ഈ 12 അല്ലെങ്കിൽ 10-12 ചാപ്റ്റേഴ്സിൽ നിന്ന് 81 ചാപ്റ്റേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് ടെസ്റ്റിലൊരു ഇത്ര നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ മോക്കിൽ അതൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഫുൾ മോർക്കിൽ കുറച്ച് കുറയും. ഇതിപ്പോൾ എനിക്കും എല്ലാവർക്കും കുറയണതാണ്. അപ്പോൾ അത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കല്ലേ എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പോയിന്റ് പറയാനുള്ളത്. വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മുമ്പ് ഞാൻ ദിശ പബ്ലിക്കേഷൻ നീറ്റ് ആസ്പിറൻസിന് വേണ്ടി കെമിസ്ട്രിക്ക് ഒരു മാജിക്കൽ ബുക്ക് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതാണ് ദിശാസ് ന്യൂ സിലബസ് NCERT ടാബ്ലറ്റ് കെമിസ്ട്രി നീറ്റ് UG 2025 വേണ്ടി. ഇതിലെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും വെച്ചാൽ ഷോർട്ട് കട്ട് കോൺസെപ്റ്റ്സ് ഉണ്ടാവും, ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് റിവിഷനും പഠിക്കാനൊക്കെ. ഇതിൻ്റെ ഓത്തേഴ്സ് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള അരിയോം ഗാംഗ്വാർ സാറും ആൻഡ് രാജീവ് ഗുപ്ത സാറുമാണ്. ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഈ ഷോർട്ട് കട്ട് കോൺസെപ്റ്റ്സും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വെച്ചിട്ട് ഏതൊരു നീറ്റ് ആസ്പിറന്റിനെയും അവൻ്റെ സ്കോർ ഒരു 20-25% സ്മാർട്ടായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ബുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പറഞ്ഞാൽ ലേറ്റസ്റ്റ് NMCൻ്റെ ബേസിസിൽ നമുക്ക്
കംപ്ലീറ്റ് കെമിസ്ട്രി കവറേജ് കിട്ടും. കണ്ടോ, ക്ലാസ് 11th ക്ലാസ് 12th വൺ ലൈനർ ഫോർമാറ്റിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് കവറേജ് കിട്ടും. അതായത് ഈ കംപ്ലീറ്റ് സിലബസിനെ ലേറ്റസ്റ്റ് NMC പാറ്റേണിൽ ഇങ്ങനെ ഒരു 22 ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആയിട്ട് അവര് ഇങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നത്, ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് തിയറിന്റെ ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ഈ ഒരു ബുക്കിൽ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു വൺ ലൈനർ ഫോർമാറ്റിൽ. പിന്നെ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് നോളേജ് പ്ലസ്. പിന്നെ ഓരോ ചാപ്റ്റേഴ്സിൽ കുറെ ന്യൂമോണിക്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇങ്ങനെ ഷോർട്ട് കട്ട് ആയിട്ട് പഠിക്കാനുള്ള ടെക്നിക്സ് ഉണ്ടാവും, നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ റിട്ടൻഷൻ കിട്ടാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ കുറെ ഫ്ലോ ചാർട്ട്സ് ഉണ്ട്, അതായത് നമുക്കൊരു കോൺസെപ്റ്റ് കറക്റ്റ് ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഫ്ലോ ചാർട്ട് രീതിയിലും കുറെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ NCERT ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആൻഡ് ടേബിൾസ് ഒക്കെ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നീറ്റ് കെമിസ്ട്രി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു സൊല്യൂഷൻ ആണ് NCERT ടാബ്ലറ്റ് കെമിസ്ട്രി. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ NCERT ടാബ്ലറ്റ് ബയോളജിക്കും അവൈലബിൾ ആണ്. പിന്നെ സെക്കൻഡ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് വെച്ചാൽ, പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും നിങ്ങൾ എന്താ വെച്ചാൽ അധികം ഇപ്പൊ ചിലപ്പോൾ അവരിങ്ങനെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആക്കാൻ കുറച്ച് ഈസി പേപ്പർ ഇട്ടെങ്കിലും അധികം അവർ ടഫ് പേപ്പേഴ്സ് ഇടുള്ളൂ. ഇപ്പൊ നീറ്റ് എക്സാം ഒരു ഇത്ര ലെവലാണെങ്കിൽ ഒരു ഇത്ര ലെവലിൽ എക്സാമേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇടുള്ളൂ. പിന്നെ ചിലത് എന്ന് പറഞ്ഞാൽ അവരെ മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇപ്പൊ ചിലത് ഔട്ട് ഓഫ് NCERT കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാവും. മെയിൻലി ഇപ്പോൾ ബയോളജിയിൽ ഇപ്പൊ ഞാൻ അധികം അങ്ങനെ ഔട്ട് ഓഫ് NCERT കാണില്ല. സ്റ്റിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഔട്ട് ഓഫ് ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഭയങ്കര കോൺസെപ്റ്റ്സ്, അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ ചിലതിന് ഭയങ്കര കോൺസെപ്റ്റ്സ്, അതായത് ജെയിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാൻ കണ്ടതാണ്. അപ്പൊ നിങ്ങൾ എന്ത് വെച്ചാൽ അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. NCERT ബേസ്ഡ് എന്താണ് കോൺസെപ്റ്റ് ചോദിക്കുന്നത് അവിടെ നിങ്ങൾക്ക് തെറ്റരുത്. NCERT പുറത്തുനിന്ന് എന്ത് ചോദിച്ചാലും അത് മൈൻഡ് ആക്കിയേ വേണ്ട. ഇപ്പൊ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ച ടൈമിലും ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്ര ഹൈല് നല്ലൊരു ടോപ്പിലുണ്ടാവും, പക്ഷെ ഭയങ്കര ഈ ടോപ്പ് 3 ആ റേഞ്ചിക്കൊന്നും ഞാൻ അങ്ങനെ എത്തലുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ്, അത് പറഞ്ഞാൽ നമ്മളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊഡ്യൂൾ കുറച്ച് പഠിക്കണം, ഈ NCERT പുറത്ത്. ഞാൻ പറഞ്ഞാൽ പക്ക NCERT മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നീറ്റിന് വന്നപ്പോൾ എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാനായിരുന്നു ഏറ്റവും ടോപ്പ് മാർക്ക്. അപ്പൊ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വേറൊരു ഹാബിറ്റ് ആണ് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാടാ. ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ എൻ്റെ ടൈമിലുണ്ടായിരുന്നത് ഞാൻ കുറച്ച് അടിയിലാകുമ്പോൾ അന്ന് തന്നെ ഇങ്ങനെ ഈ 680 690 700 ഒക്കെ സ്കോർ ചെയ്യണവരുണ്ടായിരുന്നു മോക്ക് എക്സാമിൽ. അപ്പൊ ഞാനിങ്ങനെ അവരെങ്ങനെ ഓർത്തിരുന്നിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പോസിറ്റീവ് ഫാക്ടർ. ഞാൻ അങ്ങനെ അയ്യോ അവരത്ര സ്കോർ ചെയ്യണ്ടല്ലോ, ഞാൻ അപ്പൊ എന്താ ചെയ്യുക അങ്ങനെ കുറച്ച് ഞാൻ നിന്നിട്ടുണ്ടല്ല. ഞാൻ എന്നോടായിരുന്നു കോമ്പറ്റ് ചെയ്തത്. അത് എല്ലാ ടോപ്പേഴ്സും വിന്നേഴ്സിൻ്റെ മൈൻഡ് സെറ്റാണ്. അവരോടാവും കോമ്പറ്റ് ചെയ്തത്. ഇപ്പം ഞാൻ ഇന്നൊരു മോക്ക് എക്സാമിന് എനിക്ക് 500 കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരുത്തൻ 700 കിട്ടി, ഞാൻ മൈൻഡ് ആക്കൂല. എനിക്ക് 500 കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സാം മെല്ലെ എന്താണ് ഒരു 2-3 എക്സാം ആകുമ്പോഴത്തേന് എനിക്ക് 550 എത്തിക്കണം. അതാ ഞാൻ ചിന്തിക്കുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് അവന് 700 കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ അവൻ്റെ 700 680 ആവില്ല. എന്താ വെച്ചാൽ നമ്മളെ മെഴുത്തിടേണ്ട ടൈം, നമ്മുടെ സെൽഫിൽ തന്നെ ഇടേണ്ട ടൈം ബാക്കിയുള്ളവരെ ഇതിൽ പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ആവില്ല. അതായത് അവൻ അത്ര മാർക്കുണ്ടല്ലോ ആലോചിച്ചിരുന്നാൽ നമ്മളെ മാർക്ക് ഇമ്പ്രൂവ് ആവില്ല. അപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് നമ്മളോട് തന്നെയാണ്. നമുക്ക് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കൂടുതൽ എഫേർട്ട് ഇട്ട് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരിക. ബാക്കിയുള്ളവരെ കാര്യം മൈൻഡ് ആക്കിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റാണ്, നീറ്റിൻ്റെ ടൈമിൽ നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആവുക. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ എങ്ങനെ ഇമ്പ്രൂവ് ആവുക, എനിക്ക് എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യുക, ഞാൻ എങ്ങനെ എയിംസിലെത്തുക, അതൊക്കെ അങ്ങനെ ഒരു സെൽഫിഷ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ ബിൽഡ് ചെയ്യും. ഇനി ഞാൻ ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനോടാട്ടോ പറയണത്, നിങ്ങളൊരു 400 ബിലോ ഒക്കെയാണ്, അല്ലെങ്കിൽ 400 450 ഈ ഒരു മാർക്കിന്റെ ബിലോ ആണ് നിങ്ങളെ സ്കോർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഏപ്രിൽ ഒരു ഫസ്റ്റത്തെ വീക്ക്, അതായത് April 7th അല്ലെങ്കിൽ ഒരു April 10th വരെ ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ നിങ്ങളെ മോക്ക് ടെസ്റ്റിന്റെ ഫ്രീക്വൻസി ഒന്ന് കുറക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതെന്താ വെച്ചാൽ 3 ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ആക്കുക. മോക്ക് ടെസ്റ്റിന്റെ ഫ്രീക്വൻസി കുറച്ചിട്ട് നിങ്ങൾ സിലബസിൽ ഒന്നും കൂടി അടിപൊളിയാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു 450 അടിയിലൊക്കെയാണ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബേസിക് കോൺസെപ്റ്റ് അടിപൊളിയല്ല, എവിടൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ പോയിട്ട് ആ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്യണം. ഇനിയിപ്പോൾ ഒരു 10th വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 11-12 ദിവസങ്ങളുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് സിലബസ് അടിച്ച് മുന്നിൽ തീർക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ NCERT ബയോളജി ഫുള്ള് അത്യാവശ്യം ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ NCERT ബയോളജി ഫുള്ള് വരെയെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയിൽ 360 എന്തായാലും 300 വാങ്ങാം. ഇനിയിപ്പോൾ അതേപോലെ കെമിസ്ട്രിയിൽ എങ്ങനെയാണെങ്കിൽ 180 നിങ്ങൾക്ക് എന്തെങ്കിലും 120 വാങ്ങാം. ബേസിക് അറിയെങ്കിൽ നിങ്ങൾക്ക് പക്കാ ബേസിക്. പിന്നെ എന്താണ്
ഫിസിക്സിൽ നിങ്ങൾക്ക് ബേസിക് അറിയണമെങ്കിൽ ഒരു 100 വാങ്ങാം. അപ്പോൾ എത്രയായി? 300, 120, 100. അപ്പോൾ തന്നെ ഒരു 500 പ്ലസ് കയറിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ 450ൻ്റെ അടുത്താണെങ്കിൽ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏപ്രിൽ ഒരു 10-ാം തീയതി വരെയൊക്കെ മോക്ക് ടെസ്റ്റിൻ്റെ കുറച്ച് ഫ്രീക്വൻസി കുറച്ചിട്ട് സിലബസ് പെട്ടെന്ന് അടിച്ച് ഷോർട്ട് നോട്ട്സ് വായിച്ചിട്ടും നമ്മൾ ഫോർമുല ഷീറ്റ് വായിച്ചിട്ടും മൈൻഡ് മാപ്സ് വായിച്ചിട്ടും അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യുക വെച്ചാൽ പെട്ടെന്ന് അടിച്ച് മിന്നിയിട്ട് അത് ശരിയാക്കുക. എന്നിട്ട് ഏപ്രിൽ 10th കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഡെയിലി ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് രീതിക്കെത്താം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ 4 പില്ലേഴ്സ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ബേസിക് പില്ലർ തന്നെയാണ്, ഫസ്റ്റ് പില്ലർ തന്നെയാണ് നിങ്ങളെ പ്രശ്നം. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പെട്ടെന്ന് ഒന്ന് എഫേർട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വെരി 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 അൾട്രാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അനാലിസിസ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് മിസ്റ്റേക്കാണ് ഇപ്പോൾ നിങ്ങൾ വരുത്താൻ സാധ്യത ഉണ്ടാവുക. നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, എന്നിട്ട് അതെന്താണെന്ന് തന്നെ മനസ്സിലാവണില്ല, ആകെ പോകെ എന്താ ഉടുന്നുള്ള ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ പ്ലസ് 1 പ്ലസ് 2 സിലബസിലുണ്ടോ, അങ്ങനത്തെ ഒക്കെ ഡൗട്ട് വരിക. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കാരണം അതായത് ഇതെനിക്കറിയാം ഈ ചാപ്റ്റർ എന്നാണ്, പക്ഷെ ഇതിനിപ്പോൾ ഏത് ഫോർമുലയാണ് ഞാൻ അപ്ലൈ ചെയ്യുക, അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കത്താതിരിക്കുക. അതിനാണ് എന്ത് ചെയ്യുക? എന്താ പറയുക, അതായത് ആ തിയറി ഓറിയൻറ്റഡ്, ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ബാക്കിലുള്ള തിയറി അല്ലെങ്കിൽ ആ കൺസെപ്റ്റിലുള്ള എറർ, അതായിരിക്കും നിങ്ങളെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങളിങ്ങനെ ചെയ്യുന്ന ടൈമിൽ എവിടെ ഒരു പ്രശ്നം പറ്റി, അതായത് ഇപ്പോൾ കാൽക്കുലേഷൻ്റെ ഒരു മിസ്റ്റേക്കിലോ അല്ലെങ്കിൽ ഒരു റൂട്ട് ഇടേണ്ട കൊടുത്ത് അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 2 ഉണ്ടാവും, അങ്ങനത്തെ കാൽക്കുലേഷനിൽ ചെറിയ മിസ്റ്റേക്ക് വരിക, അല്ലെങ്കിൽ വായിക്കണോടുത്ത് നോട്ട് കറക്റ്റ് എന്നുള്ളത് നോട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ അതിനാണ് എല്ലാവർക്കും അറിയുണ്ടാവും സില്ലി മിസ്റ്റേക്സ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് മിസ്റ്റേക്കിന് നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് നമുക്ക് കൺസെപ്ച്വൽ മിസ്റ്റേക്ക് എടുക്കാം. അതിന് നിങ്ങൾ എന്ത് വെച്ചാൽ 2നും മിസ്റ്റേക്ക് ബുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ശരിക്കും മിസ്റ്റേക്ക് ബുക്ക് പറഞ്ഞാൽ ഈ കൺസെപ്ച്വൽ എററിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ സില്ലി മിസ്റ്റേക്കിൻ്റെ അവിടേക്ക് ഞാൻ വരാം. അപ്പോൾ കൺസെപ്ച്വൽ എറർ നിങ്ങൾക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യുക? ഒന്നുമില്ല, മിസ്റ്റേക്ക് ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിലാക്കണത് ഈ ഒരു പാർട്ടിൻ്റെ സിലബസ് ഇൻ്റെത് വീക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക? കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ ഒരു സ്പെസിഫിക് റിയാക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആൽക്കഹോൾ ഫീനോൾസ് എന്ന് ഈ ഒരു ഇക്വേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഐസോമറസ് എന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്കെന്താ കിട്ടണില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു വീക്ക് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഭാഗത്ത് കൂടുതൽ നിങ്ങൾ റിവിഷനും കാര്യങ്ങളും കൊടുക്കുക. ഇതേപോലെ 3 സബ്ജക്റ്റ് കേട്ടോ, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ചെയ്യാം. ഇനി നമുക്ക് സില്ലി മിസ്റ്റേക്സിൻ്റെ ഇവിടേക്ക് വരാം. എടാ സില്ലി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മുടെ അടുത്ത് കുറേ എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ സില്ലി മിസ്റ്റേക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ്. കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ 720 ഔട്ട് ഓഫ് 720, അത് ഭയങ്കര ലക്കിൻ്റെ കാര്യമാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ടെൻസ് ടു 0 ആക്കാൻ നോക്കുക. ഇപ്പം നമ്മൾ ലിമിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ടെൻസ് ടു എന്ന് പറയില്ല, അതേപോലെ 0ക്ക് ഇങ്ങനെ അടുപ്പിക്കാൻ നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ കേസിലടാ എനിക്ക് കുറേ സില്ലി മിസ്റ്റേക്ക് സംഭവിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ സില്ലി മിസ്റ്റേക്സ് ചെയ്യുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കുറച്ച് കൊടുക്കുന്നതാണ്. സ്റ്റിൽ എനിക്ക് നീറ്റ് എക്സാമിന് 3 സില്ലി മിസ്റ്റേക്സ് സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചാവും നിങ്ങൾ ഇപ്പം മോക്ക് ടെസ്റ്റ് എത്ര പ്രാക്ടീസ് ചെയ്യണോ അതിനനുസരിച്ച് നിങ്ങളെ സില്ലി മിസ്റ്റേക്സ് കുറഞ്ഞ് വരും. അതായത് സില്ലി മിസ്റ്റേക്സ് ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവണം. അതായത് എവിടെയാണ് നമുക്ക് സില്ലി മിസ്റ്റേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പകുതി അല്ല 75% സില്ലി മിസ്റ്റേക്കിൻ്റെ കാര്യം തീർന്നു. അതായത് ഈ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് എനിക്ക് സില്ലി മിസ്റ്റേക്ക് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലവർക്ക് ഈ നോട്ട് കറക്റ്റ് എന്നുള്ള കേസിലാവുക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലവർക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻ്റെ ടൈമിലാവുക, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ടൈമിലാവുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് ഇതിന് നമുക്ക് റിയൽ ലൈഫ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്, അതായത് കുറച്ച് ഇറക്കത്തിലാണ്. അപ്പോൾ ആ ഇറക്കം തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ വീട് കഴിഞ്ഞിട്ട് കുറേ വളവുകളുണ്ട്. അപ്പോൾ ആ ഇറക്കം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കോഷൻ പോലെ. അതായത് നിങ്ങൾ സ്പീഡ് കുറച്ച് കുറക്കുക, ഇവിടെ പറഞ്ഞാൽ കുറച്ച് ഇറക്കുവാണ്, അതിൻ്റെ കൂടെ കുറച്ച് വളവും ഇങ്ങനെ ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക ഒരു ഡേഞ്ചർ സൈൻ പോലെ എഴുതി വെച്ചിരിക്കണം. അപ്പോൾ എന്താവും, ഒരു ഡ്രൈവർ ഇങ്ങനെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ഒരു ബോർഡ് കാണുമ്പോൾ ഓക്കെ ഇനി കുറച്ച് ഇറക്കങ്ങളും വളവുകളാണ്, അപ്പോൾ ഞാൻ സ്പീഡ് കുറക്കണം എന്ന് പറഞ്ഞാണ്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് മെല്ലെ ഇറക്കുക. ഇതേപോലെ തന്നെ സില്ലി മിസ്റ്റേക്സ്, അതായത് നമ്മളെ മൈൻഡ് അങ്ങോട്ട് പറയണം. ഒരു സില്ലി മിസ്റ്റേക്ക് സംഭവിച്ചു ഈ എക്സാമിൽ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, എന്നിട്ട് ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ, എന്നിട്ട് അടുത്ത മോക്ക് എക്സാമിൽ
ഞാൻ ഇങ്ങനെ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും എൻ്റെ മൈൻഡ് ആവുക നേരത്തെ കാറിന് നമ്മൾ കൊടുത്ത പോലത്തെ ഒരു വാർണിംഗ് സൈൻ കൊടുക്കണം. ഓക്കെ, നോക്ക് ഇവിടെയാണ് കേട്ടോ എൻ്റെ സിലി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്, അവിടെ നീ ശ്രദ്ധിക്കണം കേട്ടോ എന്നുള്ളത് നമ്മളെ മൈൻഡ് പറയണം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ കൂടുതലൊന്നും കൂടി നമുക്കൊരു ജാഗ്രത വരും. എന്നിട്ട് നമ്മൾ എന്താവും ആ സില്ലി മിസ്റ്റേക്ക് പിന്നെ നമുക്ക് സംഭവിക്കൂല. ഇനിയിപ്പോൾ എത്രയൊക്കെ സ്റ്റെപ്സ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും സില്ലി മിസ്റ്റേക്ക് ഇങ്ങനെ സെയിം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മിസ്റ്റേക്ക് ബുക്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സില്ലി മിസ്റ്റേക്കിന് ഒരു സെക്ഷൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ സില്ലി മിസ്റ്റേക്സ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഓ ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ സില്ലി മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുള്ള രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കുക. അപ്പോൾ എന്താവും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ പിന്നെ വരുമ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാവും. അപ്പോൾ എന്താവും, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മൈൻഡ് വെക്കുക. നിങ്ങളുടെ കൺസെപ്റ്റൽ മിസ്റ്റേക്കും നിങ്ങളുടെ സില്ലി മിസ്റ്റേക്കും നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ മോക്ക് എക്സാമിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരും. പിന്നീട് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതായത് നിങ്ങളൊരു 3 മണിക്കൂറിൻ്റെ എക്സാം എഴുതാൻ പോവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 3 മണിക്കൂർ ഒരു കാര്യത്തുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ മോക്ക് ടെസ്റ്റിൻ്റെ പേപ്പറായിട്ട് നിങ്ങളൊരു ധ്യാനത്തിനാണ്ട് ഇരിക്കുകയാണ്. അതായത് ഹിമാലയത്തിൽ ഒരു ധ്യാനത്തിന് ഇരിക്കുന്ന പോലെ. അതായത് അതിമൊക്കെ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേറെ അത് ഇത് പറഞ്ഞ് ചിന്തിക്കരുത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ചുറ്റുള്ള കോൺസെപ്റ്റ് ഇങ്ങനെ തലയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഫോക്കസ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓക്കെ ആ ഇക്വേഷൻ കത്തി പിന്നെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ടൊക്കെ ഓർമ്മ വരും. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ അഴകിയ ലൈല അങ്ങനെ എന്തെങ്കിലും പാട്ടൊക്കെ അങ്ങോട്ട് ഓർമ്മ വരും. അപ്പം എന്താ വെച്ചാൽ ആ അഴകിയ ലൈലയിൽ ചിലപ്പോൾ /3 എന്നുള്ളത് മെല്ലെ 2 ഒക്കെ ഉണ്ടായിട്ട് ആകെ എന്താ വെച്ചാൽ തെറ്റും. എന്നിട്ട് NTA ഒരു രസം എന്താ വെച്ചാൽ ആ തെറ്റിയ ആൻസറും ഓപ്ഷൻസിലുണ്ടാവും. നമ്മൾ നേരെ പോയി കുത്തും. പിന്നെ നീറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്താവും ആ പാട്ട് നമ്മളെ മൈൻഡിൽ ഒന്നും കൂടി അഴകിയല്ല എന്നുള്ളത് ആ നെഗറ്റീവ് എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ ഈ ഫോക്കസ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക? ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ പാട്ടുപാടി പോലെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്ന് ഈ എക്സാമിൽ എനിക്ക് ഫോക്കസ് കുറവും അടുത്ത എക്സാം ആകുമ്പോഴത്തേന് ഞാൻ ഫോക്കസ് കൂട്ടും, അങ്ങനെ പറ്റൂല. ഇത് കാരണം മെല്ലെ നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ മെല്ലെ എടുക്കൂല. അപ്പോൾ അതിനുള്ളൊരു ടൈമായിട്ട് നിങ്ങൾ ഇപ്പം മുതൽ കാണണം. അതായത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കേസിൽ നിങ്ങൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് നിങ്ങൾ ആകെ പോയിട്ടുണ്ടാവും. ആ ഒരു സാധനത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അടുത്ത എക്സാം ആകുമ്പോൾ അതിന് ഈ 1:15 ആണെങ്കിൽ 1:25 ഒരു 10 മിനിറ്റ് കൂട്ടുക. അതിൻ്റെ അടുത്ത എക്സാമിൽ അടുത്ത 10 മിനിറ്റ് കൂട്ടുക. അങ്ങനെ കൂട്ടി അവസാനമാകുമ്പോഴേക്കിന് ആ 3 മണിക്കൂർ നിങ്ങൾ കറക്റ്റ് ഫോക്കസിലിരിക്കാൻ പറ്റണം. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ബേസിലൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ചില സ്റ്റുഡൻസ് ഒക്കെ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഭയങ്കര പ്രശ്നം വന്നാൽ എന്ത് ചെയ്യുക, അപ്പം എന്നെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നേരെ ഇരുന്നിട്ട് അങ്ങനെ ഒരു ഡീപ്പ് ബ്രീത്ത് എന്ത് ചെയ്യുക, ഒരു 2-3 വട്ടം ചെയ്യുക. വീണ്ടും പെണ്ണെടുത്തിട്ട് തന്നെ ചെയ്തു തുടങ്ങുക. അപ്പോൾ ഡീപ്പ് ബ്രീത്ത് ചെയ്യാൻ എന്തായാലും ഒരു 10-15 ഒരു ബ്രീത്തിനും ഒരു 4-5 സെക്കൻഡേ എടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു 3 ഇതിന് ആകെ 15 സെക്കൻഡേ പോവുള്ളൂ. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബാക്കിയുള്ള സമയത്തിന്റെ ഫുൾ എഫിഷ്യൻസിനെ നിങ്ങളെ ബാധിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോക്കസ് പോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ എക്സാം എഴുതുകയാണെങ്കിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഒരു ഓഫ്ലൈൻ എക്സാമിന്റെ വൈബിൽ നിങ്ങൾ എഴുതുക കേട്ടോ. അതായത് ഓൺലൈൻ എക്സാം ഇങ്ങനെ എഴുതുമ്പോൾ ഓക്കെ എൻ്റെ ചുറ്റുവട്ടത്തും ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്, അവിടെ ഇൻവിജിലേറ്റർ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു മുന്നിലൊരു ക്ലോക്ക് ഉണ്ട്, ഞാനൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യുകയാണ്. അല്ലാതെ ഒരു എക്സാം എഴുതുക ഓൺലൈനല്ലേ ആരും നോക്കാനാ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് ടോയ്ലറ്റിൽ പോയി വരിക, ഇടയ്ക്ക് പോയി വെള്ളം കുടിക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് ഫുഡ് കഴിച്ച് വരിക, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ കറക്റ്റ് ഞാനൊരു NTA എനിക്ക് അലോട്ട് ചെയ്ത സെൻറ്ററിൽ ഇരുന്ന് ഓഫ്ലൈൻ എക്സാം എഴുതുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഈ ഓൺലൈൻ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എന്ന് പറഞ്ഞാൽ എല്ലാ നീറ്റ് ആസ്പിറൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺഫിഡൻസോട് കൂടി തന്നെ എന്നെക്കൊണ്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ അതിമേ എഫേർട്ട് ഇടുക. അല്ലാതെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ സില്ലി മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ സില്ലി മിസ്റ്റേക്സിനെ കുറച്ച് പറഞ്ഞല്ലോ, അങ്ങനത്തെ സ്റ്റെപ്സ് ഒന്നും ഫോളോ ചെയ്യാതെ എനിക്ക് സില്ലി മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് പറഞ്ഞാണ്ട് ഇങ്ങനെ കരഞ്ഞിരിക്കുക അല്ലെങ്കിൽ വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സിൽ എന്താണോ നിങ്ങളെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. അതെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ ഒരു 1 വീക്ക് 2 വീക്ക് 3 വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാവും. അല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഇന്നെ കൊണ്ട് അത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല, അങ്ങനെ പറ്റുന്നില്ല, ഇങ്ങനെ പറ്റുന്നില്ല പറഞ്ഞ് അങ്ങനെ
അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അവർക്ക് ഇങ്ങനെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങളെ വീക്ക്നെസ് അല്ലെങ്കിൽ നിങ്ങളെ മിസ്റ്റേക്ക് എവിടെയാണ്, ഏതൊരു പോയിന്റിലാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിമ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ മെല്ലെ 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 ഇമ്പ്രൂവ് ചെയ്ത് വരിക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു അൺസ്റ്റോപ്പബിൾ ആവും. നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഫോഴ്സിനെ കൊണ്ടും പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ ഞാനിപ്പോൾ ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യടാ. കുറേ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.